Dear students, we are discussing the area analysis of non-current items, and we have discussed different items in our previous two videos. Okay, here there are few more adjustments to be done, and the important one to be noted always in the question is provision for tax. Provision for tax means it is the amount provided from our profit to make payment of tax, income tax. Okay, so what is the nature of provision for tax, whether it is current liability or non-current liability? In one way it is a current liability because it is to be paid within 1 year, and there may be different provisions created in previous years in our balance sheet. In that context it may be taken as non-current liability. So tax provision can be treated either as current liability or as non-current liability. പ്രൊവിഷൻ ഫോർ ടാക്സിനെ കറണ്ട് ലാബിലിറ്റി, നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഉണ്ടാക്കുന്ന സമയത്ത് കറണ്ട് ലാബിലിറ്റി ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഓക്കെ, കറണ്ട് ലാബിലിറ്റി ആയി ട്രീറ്റ് ചെയ്യാം, ഓർ ഇറ്റ് മേ ബി ട്രീറ്റഡ് ആസ് നോൺ കറണ്ട് ലാബിലിറ്റി. ഇഫ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് കറണ്ട് ലാബിലിറ്റി, ഇറ്റ് ഈസ് ഷോൺ ഇൻ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആസ് എ കറണ്ട് ലാബിലിറ്റി. കറണ്ട് ലാബിലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ സിമ്പിളാണ്. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാകുമ്പോൾ കറണ്ട് ലാബിലിറ്റീസിൻ്റെ 2 വർഷത്തെ എമൗണ്ട് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രൊവിഷൻ ഫോർ ടാക്സും എഴുതിയാൽ മതി. നോ അതർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഓക്കെ, ദെൻ ഇഫ് ടാക്സ് ഈസ് പെയ്ഡ്, ടാക്സ് കൊടുത്തു എന്ന് കാണിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഷോൺ ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ആൻ ഔട്ട്ഫ്ലോ. ഇൻകം ടാക്സ് അടച്ചു, ഇൻകം ടാക്സ് പെയ്ഡ് എന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തരികയാണെങ്കിൽ അതൊരു അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്, ടാക്സ് കൊടുക്കലാണല്ലോ അല്ലേ. ഇറ്റ് ഈസ് ഷോൺ ആസ് ആൻ അപ്ലിക്കേഷൻ ആസ് ആൻ ഔട്ട്ഫ്ലോ ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് ഇറ്റ് റിഡ്യൂസസ് ക്യാഷ് ആൻഡ് ടാക്സ് പ്രൊവിഷൻ. ഓക്കെ, ഇറ്റ് വിൽ നോട്ട് അഫക്റ്റ് ഫണ്ട് ആസ് ബോത്ത് ആർ കറണ്ട് ഐറ്റംസ്. ഇങ്ങനെ ഈ കേസിൽ നമ്മൾ ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ അല്ലേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ടാക്സ് പെയ്ഡ് കാണിക്കുക എന്നല്ലാതെ നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സിനെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് കുറയും, അതേസമയം പ്രൊവിഷൻ ഫോർ ടാക്സും കുറയും അല്ലേ. 50,000 രൂപ പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 10,000 രൂപ കൊടുത്തു. ഈ 10,000 രൂപേനെ ഔട്ട്ഫ്ലോ ഫണ്ടായിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുക. ഓക്കെ, മറ്റു രീതിയിൽ ക്യാഷും ഈ ലാബിലിറ്റിയും നമ്മൾ നമ്മുടെ ഷെഡ്യൂളിൽ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഒരു കറണ്ട് അസറ്റും കുറഞ്ഞു, ഒരു കറണ്ട് ലാബിലിറ്റിയും കുറഞ്ഞു അല്ലേ. സെയിം ഇഫക്റ്റാണ് രണ്ടിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണിച്ചാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് നമ്മുടെ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ മാറ്റമുണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇഗ്നോർ അഡീഷണൽ ഇൻഫർമേഷൻ ഗിവൺ ഈഫ് എനി. നമ്മൾ കറണ്ട് ലാബിലിറ്റി ആയി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യണം. സെക്കൻഡ് കേസ്, ടാക്സ് പ്രൊവിഷൻ ട്രീറ്റഡ് ആസ് എ നോൺ കറണ്ട് ലാബിലിറ്റി. നോൺ കറണ്ട് ലാബിലിറ്റി ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് പ്രൊവിഷൻ ഫോർ ടാക്സ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിംപ്ലി വി ഹാവ് ടു പ്രിപ്പയർ എ പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട്. ഇതിനു വേണ്ടി സെപ്പറേറ്റ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു നോൺ കറണ്ട് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഒരു നോൺ കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട്. It is to find provisions during the year and tax paid during the year. നമ്മൾ ഈ പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ടാക്സ് പെയ്ഡ്, രണ്ടാമത്തത് പ്രൊവിഷൻ ഡ്യൂറിങ് ദ ഇയർ. എത്ര രൂപ ടാക്സ് കൊടുത്തു എന്ന് അഡ്ജസ്റ്റ്മെൻറ്റിലോ എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ടാക്സ് പ്രൊവിഷൻസിൻ്റെ ബാലൻസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാൽ നമുക്കറിയാം ഇത്ര രൂപ ടാക്സ് കൊടുത്തു എന്ന്. അപ്പോൾ അതിന് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് ഉണ്ടാക്കിയേ പറ്റൂ. അതല്ലെങ്കിൽ ഈ വർഷം എത്ര രൂപ പ്രൊവിഷൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, പകരം ഓപ്പണിംഗ് ബാലൻസ് ഇത്രയാണ്, ക്ലോസിംഗ് ബാലൻസ് ഇത്രയാണ്, ടാക്സ് പെയ്ഡ് ഇത്രയാണെന്നൊക്കെ പറയുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് ഇയർ പ്രൊവിഷൻ ഫോർ ടാക്സ് എത്രയാണോ, ഈ കറണ്ട് ഇയർ പ്രൊവിഷനാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ പ്രോഫിറ്റിനോട് തിരിച്ച് ആഡ് ചെയ്താലേ നമുക്ക് ഫണ്ട് ഫോർ ഓപ്പറേഷൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പർപ്പസിന് വേണ്ടി ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജനറലായിട്ട് പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്.
ഓക്കെ. ഇഫ് പ്രൊവിഷൻ ഡ്യൂറിങ് ദ ഇയർ ഗിവൺ ആസ് ആൻ അഡീഷണൽ ഇൻഫർമേഷൻ, നമ്മൾ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്ന് പ്രൊവിഷൻ ഡ്യൂറിങ് ദ ഇയർ, രണ്ട് ടാക്സ് പെയ്ഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് പ്രൊവിഷൻ ഡ്യൂറിങ് ദ ഇയർ തന്നിട്ടുണ്ടെങ്കിൽ ദെൻ ദ ബാലൻസ് ഓഫ് ടാക്സ് പ്രൊവിഷൻ അക്കൗണ്ട് ഈസ് ടാക്സ് പെയ്ഡ്. പ്രൊവിഷൻ ഫോർ അല്ലേ ഡ്യൂറിങ് ദ ഇയർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ടിൻ്റെ ബാലൻസ് ടാക്സ് പെയ്ഡ് ആവും. ടാക്സ് പെയ്ഡാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നതെങ്കിൽ നമ്മുടെ ബാലൻസ് എന്തായിരിക്കും? പ്രൊവിഷൻ ഡ്യൂറിങ് ദ ഇയർ ആയിരിക്കാം. ഓക്കെ. ഇഫ് ടാക്സ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഈസ് ഗിവൺ ആസ് അഡീഷണൽ ഇൻഫർമേഷൻ, ദ ബാലൻസ് ഓഫ് ടാക്സ് പ്രൊവിഷൻ അക്കൗണ്ട് ഈസ് ടാക്സ് പ്രൊവിഷൻ ഡ്യൂറിങ് ദ ഇയർ. ഓക്കെ. ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നത് കറണ്ട് ഇയർ പ്രൊവിഷൻ ഈസ് ആഡഡ് ടു നെറ്റ് പ്രോഫിറ്റ് ടു കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. കറണ്ട് ഇയർ പ്രൊവിഷൻ തന്നിട്ടുണ്ടെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇയർ പ്രൊവിഷൻ നമ്മൾ രണ്ടെണ്ണമാണല്ലോ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഒന്ന് കറണ്ട് ഇയർ പ്രൊവിഷൻ, ഒന്ന് ടാക്സ് പെയ്ഡും ആണല്ലോ. ഈ കറണ്ട് ഇയർ പ്രൊവിഷൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ആഡഡ് ടു നെറ്റ് പ്രോഫിറ്റ് ടു കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കറണ്ട് ഇയർ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ആഡ് ചെയ്യും. ആൻഡ് ടാക്സ് പെയ്ഡ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് ആൻ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ടാക്സ് പെയ്ഡ് എമൗണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരു അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടായിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുകയാണ് ചെയ്യുക. ഓക്കെ. ഈഫ് അഡീഷണൽ ഇൻഫർമേഷൻ ഗിവൺ ടേക്ക് ആസ് നോൺ കറണ്ട് ലയബിലിറ്റി. നമ്മൾ പറഞ്ഞു പ്രൊവിഷൻ ഫോർ ടാക്സ് രണ്ട് രൂപത്തിൽ ട്രീറ്റ് ചെയ്യാം. ഐദർ ആസ് കറണ്ട് ലയബിലിറ്റി, ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഇറ്റ് ഈസ് ഷോൺ ഇൻ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഇഫ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് നോൺ കറണ്ട് ലയബിലിറ്റി വി ഹാവ് ടു പ്രിപ്പയർ പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് എക്സെട്ര. ഓക്കെ. നമ്മൾ ഏതെടുക്കും എന്നുള്ളതിനൊരു റൂളുണ്ട്. നമ്മുടെ പ്രോബ്ലത്തിൽ അഡീഷണൽ ഇൻഫർമേഷനിൽ ടാക്സ് പ്രൊവിഷനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനിൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് നോൺ കറണ്ട് ലയബിലിറ്റി. നോൺ കറണ്ട് ലയബിലിറ്റി ആയി എടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട് ഉണ്ടാക്കണം. വേണമെങ്കിൽ നമ്മുടെ പ്രോബ്ലം എഴുതിയതിൻ്റെ ആൻസറിൻ്റെ താഴെ ഒരു നോട്ട് എഴുതാം. ടാക്സ് പ്രൊവിഷൻ ഈസ് ടേക്കൺ ആസ് നോൺ കറണ്ട് ലയബിലിറ്റി. ഓക്കെ. ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് എ പ്രൊവിഷൻ ഫോർ ടാക്സ് അക്കൗണ്ട്. ഒരു എക്സാമ്പിളാണ്. ഓക്കെ. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ലയബിലിറ്റി സൈഡ് ഐറ്റം. സോ ഇറ്റ് വിൽ ഹാവ് ഓപ്പണിംഗ് ബാലൻസ് ആസ് ക്രെഡിറ്റ് അല്ലേ, ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് ഈസ് ക്രെഡിറ്റഡ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഈസ് ഡെബിറ്റഡ്. ഓക്കെ. ഇനി ഈ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ കാണാൻ പോകുന്ന ഫിഗേഴ്സ് ഒന്ന്, വൺ ഈസ് ടാക്സ് പെയ്ഡ്, സെക്കൻഡ് വൺ ഈസ് പ്രൊവിഷൻ ഡ്യൂറിങ് ദ ഇയർ. ഇത് രണ്ടും നമ്മൾ ഇതിന്ന് കാണില്ല. സാധാരണ ഇഫ് ടാക്സ് പെയ്ഡ് ഈസ് ഗിവൺ, ടാക്സ് പെയ്ഡ് നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇവിടെ എഴുതുക അല്ലേ, ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അപ്പം അങ്ങനെയാകുമ്പോൾ ക്ലോസിംഗ് ബാലൻസ്, ഇവിടെ കിട്ടുന്ന ബാലൻസ് ഇതായിരിക്കും നമ്മുടെ പ്രൊവിഷൻ ഡ്യൂറിങ് ദ ഇയർ. അതല്ല പ്രൊവിഷൻ ഡ്യൂറിങ് ദ ഇയർ ആണ് തന്നിരിക്കുന്നത്, ടാക്സ് പെയ്ഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ പ്രൊവിഷൻ ഡ്യൂറിങ് ദ ഇയർ ഇതേപോലെ എഴുതുക, ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ദ ബാലൻസിങ് ഫിഗർ വിൽ ബി ടാക്സ് പെയ്ഡ്. ഓക്കെ. ദെൻ ഈ അക്കൗണ്ടിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് ട്രീറ്റ് ചെയ്യുക? 2000 ഈസ് ടാക്സ് പെയ്ഡ്. ഇറ്റ് ഈസ് ഷോൺ ആസ് application of fund, outflow of fund in fund flow statement. Second, provision during the year 6000. It is current year provision. It is an adjustment to current year profit. So it is added to profit or loss account to calculate fund from operation. നമ്മുടെ നെറ്റ് പ്രോഫിറ്റിനോട് കൂടി ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യും. ദെൻ പിന്നെ ഇതിൽ രണ്ട് ഐറ്റംസ് കൂടി ഉള്ളത് ഓപ്പണിംഗ് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ആണ്. അത് രണ്ടും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് വൺ ഈസ് ടാക്സ് പെയ്ഡ്, സെക്കൻഡ് വൺ ഈസ് പ്രൊവിഷൻ ഡ്യൂറിങ് ദ ഇയർ. ഓക്കെ. അനദർ എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഓക്കെ. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പ്രൊവിഷൻ ഫോർ ടാക്സ് 10,000 നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ക്ലോസിംഗ് ബാലൻസ് ഈസ് 20,000 ഇവിടെ കാണിച്ചു. ടാക്സ് പെയ്ഡ് 5,000 തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫിഗർ എന്താണ്? 25,000 ആണ് ടോട്ടൽ വരിക. 25,000 ബാലൻസ് 15,000. ഈ 15,000 നമ്മൾ എന്തെന്ന് പറയും? പ്രൊവിഷൻ ഡ്യൂറിങ് ദ ഇയർ എന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. ഇനി സെയിം എക്സാമ്പിൾ. ഓക്കെ. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. ദെൻ നമുക്ക് എന്ത് തന്നിട്ടില്ല? ടാക്സ് പെയ്ഡ് അല്ല തന്നിരിക്കുന്നത്, പകരം
പ്രൊവിഷൻ ഡ്യൂറിങ് ദ ഇയർ ഈസ് 2000. പ്രൊവിഷൻ ഡ്യൂറിങ് ദി ഇയർ ആണ് തന്നിരിക്കുന്നത്, ഈ ടാക്സ് പെയ്ഡ് തന്നിട്ടില്ല. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. വി വിൽ ടോട്ടൽ ഇറ്റ് ആസ് 20 ദെൻ ഇങ്ങനെ വരാൻ സാധ്യതയില്ല. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് 10, ദെൻ ക്ലോസിംഗ് ബാലൻസ് 20. ഓക്കെ, ദെൻ പ്രൊവിഷൻ ഡ്യൂറിങ് ദ ഇയർ 30. ഇങ്ങനെയാണ് വരാൻ സാധ്യത. ഓക്കെ, വി ഹാവ് ടു ഫൈൻഡ് ടാക്സ് പെയ്ഡ്. സോ ടോട്ടൽ എമൗണ്ട് ഈസ് 40, then here also 40, then closing balance is 20. The balance 20 will be treated as tax paid. ഓക്കെ, ഈ എമൗണ്ട്സ് ഏതൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുക ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന്? ഒന്ന് 20,000 ഈസ് ടാക്സ് പെയ്ഡ്, ഇറ്റ് ഈസ് ഷോൺ ആൻ ഔട്ട്ഫ്ലോ ഫണ്ട് ഇൻ fund flow statement. Secondly, this 30,000 provision during the year, it is added to net profit to calculate fund from operation. Okay, next we have to discuss one more item, proposed dividend. It will be discussed in our next video.